Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രമുഖ വാഗ്മിയും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായിരുന്ന പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അന്തരിച്ചു. അന്നൂർ രവിവർമ്മ കലാനിലയം പ്രസിഡന്റും അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം മുൻ പ്രവർത്തക സമിതി അംഗവും കൂടിയായിരുന്നു അപ്പുക്കുട്ടൻ മാസ്റ്റർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിവെച്ച താളിയോലകളെ സംരക്ഷിക്കാൻ നടപടിയുമായി ഫോക്ലാൻഡ് പയ്യന്നൂർ. ഫോക്ലാൻഡ് 35ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ താളിയോല സംരക്ഷണ പരിപാടി ആരംഭിച്ചു. കേരളത്തിൽ ജാതിക്കതീതമായ സാമൂഹ്യബോധമുണ്ടാക്കിയത് നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെട്ടതോടെയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അഭിപ്രായപ്പെട്ടു. ഉദിനൂർ EMS പഠന കേന്ദ്രം നടത്തിയ EMS അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സ്വപ്നദർശകനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി പുഞ്ചക്കാട് സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ അവതരിപ്പിച്ച മെഗാ മാർഗംകളി ആസ്വാദകർക്ക് മനം കുളിരുന്നതായി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുരുന്നുകൾ മുതൽ 48 വയസ്സുള്ള സ്ത്രീകൾ വരെ മെഗാ മാർഗംകളിയിൽ ചുവടുവെച്ചു. വാർത്തകൾ വിശദമായി. പ്രമുഖ വാഗ്മിയും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായിരുന്ന പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അന്തരിച്ചു. അന്നൂർ രവിവർമ്മ കലാനിലയം പ്രസിഡന്റും അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം മുൻ പ്രവർത്തക സമിതി അംഗവും കൂടിയായിരുന്നു അപ്പുക്കുട്ടൻ മാസ്റ്റർ. 1939 ഓഗസ്റ്റ് 10 പയ്യന്നൂരിലെ അന്നൂരിൽ കരിപ്പത്ത് കണ്ണപ്പൊതുവാളുടെയും AP പാർവതിയമ്മയുടെയും മകനായാണ് ജനനം. അന്നൂർ UP സ്കൂൾ, ഇപ്പോഴത്തെ പയ്യന്നൂർ ബോയ്സ് സ്കൂളായ പയ്യന്നൂർ ബോർഡ് സ്കൂൾ എന്നിവിടങ്ങളിൽ പഠനം. കണ്ണൂർ ഗവൺമെന്റ് ട്രെയിനിംഗ് സ്കൂളിൽ നിന്ന് അധ്യാപക പരിശീലനം നേടിയ അപ്പുക്കുട്ടൻ മാസ്റ്റർ 1959 വെള്ളോറ UP സ്കൂളിൽ അധ്യാപകനായി. 1962 PSC പരീക്ഷ പാസ്സായി ഹൈസ്കൂൾ അധ്യാപകനായി പ്രമോഷൻ ലഭിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഭാഷാധ്യാപകനായിരുന്നു. 1995 പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ചു. അധ്യാപകൻ, സാംസ്കാരിക പ്രഭാഷകൻ, സാഹിത്യ നിരൂപകൻ, നാടക പ്രവർത്തകൻ എന്നീ നിലകളിൽ നിറസാന്നിധ്യമായിരുന്നു അപ്പുക്കുട്ടൻ മാസ്റ്റർ. KP കുഞ്ഞിരാമ പൊതുവാളുടെ നാടകമായ ഭാരതരഥത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി എന്നിവയിലും അംഗമായി പ്രവർത്തിച്ചു. 1996 മുതൽ 5 വർഷം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഭാര്യ പരേതയായ CP വത്സല, മക്കൾ സരിത, മാധ്യമപ്രവർത്തകൻ ശ്രീഹർഷൻ, പ്രിയദർശൻ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിലെ പ്രഗത്ഭനായ സാംസ്കാരിക പ്രഭാഷകനായിരുന്നു പി അപ്പുക്കുട്ടൻ മാസ്റ്റർ. ഏറെ ശിഷ്യസമ്പത്തുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പുക്കുട്ടൻ മാസ്റ്റർക്ക് അനുശോചനം രേഖപ്പെടുത്തി പ്രമുഖർ. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ കാണുന്നതാണ്, വളരെ ചെറുപ്പത്തിൽ തന്നെ പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ വളരെ അടുത്തടുത്ത് താമസിച്ചവരാണ്. വളരെ ചെറിയ പ്രായത്തിൽ സാഹിത്യത്തിൽ താല്പര്യമുണ്ടായ കാലത്ത് ഞാൻ വളരെ മതിപ്പോടെ നോക്കിയിരുന്ന ഒരാളാണ് അപ്പുക്കുട്ടൻ മാഷ്. മാഷുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. മാഷ് അഭിനയിച്ചിട്ടുള്ള നാടകങ്ങൾ കാണാറുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഒരുമിച്ച് സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഒരുപാട് യാത്ര ചെയ്യുകയും ഒരുപാട് വേദികളിൽ ഒരുമിച്ച്
പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസം മുമ്പ് മാഷ വീട്ടിൽ പോയി മാഷുമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഒന്നിച്ചിരുന്ന് ചായയിലും കുടിച്ച് പിരിഞ്ഞതായിരുന്നു. അതിന് ശേഷമാണ് മാഷ് ഹോസ്പിറ്റലൈസ് ചെയ്തത്. വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഇന്നലെ ഒന്ന് മാഷ് കാണണമെന്ന് വിചാരിച്ച് അനാമയിൽ പോയി. അപ്പോഴാണ് ഇവിടെയാണെന്നറിഞ്ഞു. ഇവിടെ വന്നു. ഏകദേശം ക്രിട്ടിക്കൽ അവസ്ഥയിലായിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാംസ്കാരിക മേഖലയിൽ തിളങ്ങിയെന്നൊരു വ്യക്തിത്വമായിരുന്നു മാഷിലേത്. സഖാവ് പി അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ വിയോഗം ഏറെ വേദനാജനകമാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. പിന്നീട് ലോക്കൽ കമ്മിറ്റിയിൽ മാറിയപ്പോൾ പാർട്ടി അംഗമായി നിരവധി വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക വ്യക്തിത്വമാണ് അപ്പുക്കുട്ടൻ മാഷ്. കേരളമാകെ ശ്രദ്ധിക്കുന്ന വാക്കുകളുടെ ഉടമയാണ്. പ്രഭാഷകൻ എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ വേർപാട് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക രംഗത്തെ വലിയൊരു നഷ്ടമാണ്. കണ്ണൂരിൽ നിന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനായി അപ്പുക്കുട്ടൻ മാസ്റ്റർ മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എളിയ ശിഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങൾ വളരെ ദീപ്തമായ ഓർമ്മകളായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മുടെയൊക്കെ പയ്യന്നൂരിൻ്റെ അഭിമാനമായിരുന്ന അപ്പുക്കുട്ടൻ മാഷ് വിട പറഞ്ഞു. പല തലമുറകളിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ള സാംസ്കാരിക പ്രവർത്തകരെ, ഏത് തലമുറയിൽപ്പെട്ടവരെ ആയാലും ഒന്നിച്ച് നിർത്താനുള്ള കൂട്ടായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള, അക്ഷരാർത്ഥത്തിൽ ഒരു സംവാദ മനുഷ്യൻ എന്ന് പറയാവുന്ന തരത്തിലേക്കായിരുന്നു അപ്പുക്കുട്ടൻ മാഷയുടെ നമുക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. എങ്ങനെ സാംസ്കാരിക രംഗത്ത് ഇടതുപക്ഷ നിലപാട് നടപ്പാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായാണ് അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ പ്രവർത്തനം അനുഭവപ്പെട്ടിട്ടുള്ളത്. ഗ്രന്ഥശാല സംഘത്തിൻ്റെയും സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ ഗ്രന്ഥശാല സംഘത്തെയും ഇതേ മാർഗത്തിൽ തന്നെ പ്രവർത്തിപ്പിച്ച് മാതൃകയാക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിപ്രഭാവം ഉള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ അപൂർവമായി കാണുന്നതാണ്. അപ്പുക്കുട്ടൻ മാഷെ പോലെ അപ്പുക്കുട്ടൻ മാഷ് മാത്രമെന്ന് പറയേണ്ടി വരും. മാത്രമല്ല, എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ഘടകം എന്ന് പറയുന്നത് തലമുറകളുടെ ഒരു വിടവില്ലാതെ ഏത് ആളോടും വളരെയധികം ബന്ധപ്പെട്ട് ഏത് കാലത്തോടും പൊരുത്തപ്പെട്ട് പോകുന്ന ഒരു അപൂർവത അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തിളക്കമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ കറയറ്റ ഒരു വ്യക്തി സ്വഭാവവുമാണ് അദ്ദേഹത്തെ വളരെയധികം ജനങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഒരു ഘടകം എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിവെച്ച താളിയോലകളെ സംരക്ഷിക്കാൻ നടപടിയുമായി ഫോക്ലാൻഡ് പയ്യന്നൂർ. ഫോക്ലാൻഡ് 35ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി പൂന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ താളിയോല സംരക്ഷണ പരിപാടി സംഘടിപ്പിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിവച്ചതും അമൂല്യ വിജ്ഞാനം അടങ്ങിയതും ഇന്ന് വായിക്കാൻ അറിയാത്തതുമായ നാശോന്മുഖമായ താളിയോലകളെ സംരക്ഷിക്കാൻ ഫോക്ലാൻഡ് മുന്നിട്ടിറങ്ങുന്നു. ഫോക്ലാൻഡിന്റെ 35ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി പൂന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ താളിയോല സംരക്ഷണ പരിപാടി ആരംഭിച്ചു. താളിയോലകൾ ആദ്യം പുൽത്തൈലവും യൂക്കാലി തൈലവും ചേർത്ത് തുടച്ചു വൃത്തിയാക്കും. തുടർന്ന് സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്യുന്നതാണ് പരിപാടി. തികച്ചും സൗജന്യമായിട്ടാണ് ആവശ്യക്കാർക്ക് ഡിജിറ്റലൈസ് ചെയ്ത് നൽകുന്നത്. 2013-14 വർഷത്തിൽ 2,50,000-ഓളം താളിയോലകൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ പി ജയരാജൻ പറഞ്ഞു. അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഒരു പുതിയ തലമുറക്കറിയാത്ത നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങൾ, ആ താളിയോല ഗ്രന്ഥങ്ങളിലുള്ള ഒരുപാട് വിജ്ഞാനം അടങ്ങിയിരിക്കുന്നതാണ്
പുരാണങ്ങളും അതുപോലെ ആയുർവേദം, ജ്യോതിഷം, നാട്ടറിവുകൾ, ഇങ്ങനെ ഒരുപാട് അടങ്ങിയിരിക്കുന്ന താളിയോലകൾ ഇന്നിപ്പോൾ പലപ്പോഴും അത് സൂക്ഷിപ്പുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഒന്ന് വായിക്കാൻ അറിയാത്തവരുണ്ട്. പിന്നെ ഇത് രണ്ടാമത് വായിച്ചാൽ അത് അപകടമാണെന്ന് കരുതി ഇതിനെ ഒഴിവാക്കുന്നുണ്ട്. കത്തിച്ചിട്ടും പുഴയിലൊഴുക്കിയിട്ടും കടലൊഴുക്കിയിട്ടും ഒക്കെ കളയുന്ന നിരവധി താളി. ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വലിയ വിജ്ഞാനം, അതിനെ നമുക്കൊന്ന് പുറം തലമുറക്ക്, ഇനിയിപ്പോൾ വരുന്ന തലമുറക്ക് വായിക്കാനും അവർക്ക് അറിയാനും വേണ്ടിയിട്ട് ശേഖരിച്ചു വെക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനകം പുറച്ചേരി കേശവ തീരത്ത് വച്ച് 20,000 താളിയോലകൾ ഇപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹൈദരാബാദ് സ്വദേശി സായികുമാർ, നീലേശ്വരം സ്വദേശി അനീഷ രതീഷ്, ഏഴിലോട് സ്വദേശി രേഷ്മ രവീന്ദ്രൻ എന്നിവരാണ് ഫോക്ലാൻഡിനു വേണ്ടി ഈ പ്രവർത്തനം ഏറ്റെടുത്തു നിർവഹിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരളത്തിൽ ജാതിക്കതീതമായ സാമൂഹ്യ ബോധമുണ്ടാക്കിയത് നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെട്ടതോടെയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ അഭിപ്രായപ്പെട്ടു. ഉദനൂർ EMS പഠന കേന്ദ്രം നടത്തിയ EMS അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ കോൺഗ്രസ് അന്ന് അറിയപ്പെടുന്ന നിലയിൽ അവർ പ്രചരിപ്പിച്ചത് തങ്ങള് കോൺഗ്രസ് ഗാന്ധി സംഘം എന്നാണ്. വലതുപക്ഷ കോൺഗ്രസിന്റെ പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങളെ മറച്ചു വെക്കുന്നതിന് വേണ്ടി വലതുപക്ഷ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഞങ്ങള് ഗാന്ധിയുടെ ചിന്താഗതിയാണ് തുടരുന്നത്, ഞങ്ങൾ കോൺഗ്രസ് ഗാന്ധി സംഘമാണ്. ഇങ്ങനെയാണ് കോൺഗ്രസ് ഗാന്ധി സംഘമാണ് കാലത്ത് വലതുപക്ഷ കോൺഗ്രസ്സുകാർ അറിയപ്പെട്ടത്. ആ വലതുപക്ഷ കോൺഗ്രസ്സുകാർ ഇടതുപക്ഷക്കാർക്കെതിരായി നടത്തിയ പ്രചരണങ്ങൾ, അതിന് യാതൊരു നിയന്ത്രണവുമില്ല. ഇടതുപക്ഷക്കാരെ ആക്ഷേപിക്കുക, ഇത് അക്കാലത്തെ വലതുപക്ഷ കോൺഗ്രസ്സുകാരുടെ പ്രധാനപ്പെട്ട ഒരു കർമ്മ പരിപാടിയായിരുന്നു. അവരെന്താ പറഞ്ഞത്? ഇവര് ഹിംസയുടെ ആളുകളാണ്, അക്രമത്തിന്റെ ആളുകളാണ്. ഈ ഇടതുപക്ഷക്കാര് സമരം നടത്തണമെന്ന് പറയുന്നു, പ്രക്ഷോഭം നടത്തണമെന്ന് പറയുന്നു, ജനകീയ പോരാട്ടങ്ങൾ നടത്തണമെന്ന് പറയുന്നു. ഇതൊക്കെ ഗാന്ധിസത്തിനെതിരാണ്, ഹിംസക്കെതിരാണ്. അതുകൊണ്ട് അഹിംസയാണ് തങ്ങളുടെ മുദ്രാവാക്യം. അഹിംസയുടെ പക്ഷത്താണ് ഇടതുപക്ഷക്കാർ. ഇങ്ങനെയാണ് വലതുപക്ഷം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ കോൺഗ്രസിലെ വലതുപക്ഷം നടത്തിയ അക്രമങ്ങളുടെ എണ്ണം നോക്കിയാൽ അതിന് വല്ല കയ്യും കണക്കുണ്ടോ? നവോത്ഥാന പ്രസ്ഥാനത്തിനായി ആശയപരവും സംഘടനാപരവുമായ നേതൃത്വം കൊടുത്തത് EMS എന്ന അതികായനായിരുന്നുവെന്നും P. ജയരാജൻ പറഞ്ഞു. കേരളത്തെ മികച്ച നിലയിൽ മുന്നോട്ട് നയിക്കുന്നതിലും അനീതിക്കും അസമത്വത്തിനുമെതിരെ പോരാടുന്നതിലും EMS നയിച്ച പോരാട്ടങ്ങൾ എക്കാലവും സ്മരണീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. EMS പഠനകേന്ദ്രം പ്രസിഡന്റ് C. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. C. കുഞ്ഞികൃഷ്ണൻ, M. സുമേഷ്, V. ശിവദാസ്, സെക്രട്ടറി A. മാധവൻ, ജോയിന്റ് സെക്രട്ടറി P. സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. തുടർന്ന് വാണിയമ്പാറ ചങ്ങമ്പുഴ കലാകായിക വേദിയുടെ നാടകം അരങ്ങിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തിരുവനന്തപുരം സ്വദേശിനിക്ക് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സങ്കീർണ ശസ്ത്രക്രിയ നടത്തി. ആറ്റിങ്ങൽക്കാരിയായ ഗിരിജയാണ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് കോളേജ് അസ്ഥിരോഗ വിഭാഗം ഡോക്ടറുടെ വിദഗ്ധ ചികിത്സ കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് നടന്നു കയറിയത്. 13ാമത്തെ വയസ്സിൽ വീഴ്ചയിലുണ്ടായ ഗുരുതര പരിക്കു മൂലം വലതുകാലിൽ ഇടുപ്പലിന് ക്ഷതം സംഭവിച്ച തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലെ വീട്ടമ്മയ്ക്കാണ് തന്റെ 63ാമത്തെ വയസ്സിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയ നടത്തിയത്. വീട്ടുജോലികൾ ചെയ്ത് കുടുംബം പോറ്റുന്ന ആറ്റിങ്ങൽ സ്വദേശിനിയായ ഗിരിജയാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസ്ഥിരോഗ വിഭാഗം ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സ കൊണ്ട് സുഖപ്പെട്ടത്. 13 വയസ്സിൽ ഇവർ വീഴുകയും അന്ന് ഇവർക്ക് ഇടുപ്പിന് സാരമായ പരിക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സാമ്പത്തികമായി വളരെ പിന്നോക്കമായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് മര്യാദയ്ക്കുള്ള ചികിത്സ അവർക്ക് അന്ന് എടുക്കാൻ പറ്റില്ല. അതിനുശേഷം അവർ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ശ്രമിച്ചുവെങ്കിലും അവർക്ക് വേദന കൂടിക്കൊണ്ട് വന്നതല്ലാതെ അതിലൊരു ശമനം അവർക്കുണ്ടായിട്ടില്ല. ഒരു വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ പ്രായം കൂടുന്നതനുസരിച്ച് ഇതിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഈ പൊട്ടൽ, ഈ ഫ്രാക്ചറിന് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്വാഭാവിക പരിണാമമായ രീതിയിൽ അത് ജോയിൻറ്റിൽ ആർത്രൈറ്റിസ് വരികയും അത് സിവിയർ ആകുകയും അവർക്ക് വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയും
ജോലി ചെയ്യാൻ പറ്റാതെയും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ എത്തുകയും ചെയ്തു. അവർ പല ആശുപത്രികളെയും സമീപിച്ചെങ്കിലും അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണവും അത് മാത്രമല്ല ഓപ്പറേഷൻ ഇപ്പോൾ അവർക്ക് വേണ്ടത് വളരെ സങ്കീർണമായ ഓപ്പറേഷൻ ആയിരുന്ന കൊണ്ടും അവർക്ക് അത് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ അവർ അന്വേഷിച്ചപ്പോഴാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത്തരം ശസ്ത്രക്രിയകൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നവർ അവരറിയുകയും അതനുസരിച്ചാണ് അവർ പരിയാരത്ത് എത്തുകയും ചെയ്തത്. അവരുടെ സ്വദേശം ആറ്റിങ്ങലാണ്. അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ സുനിൽ, ഡോക്ടർ റിയാസ്, ഡോക്ടർ അൻസാരി, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ അജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ, മറ്റ് ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാർ എന്നിവരടങ്ങുന്ന മെഡിക്കൽ ടീം ഈ മാസം 5-നാണ് ഗിരിജയുടെ വലതുകാലിന്റെ ഇടുപ്പെല്ല് പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ള ഇംപ്ലാന്റ്, മരുന്നുകൾ, ഭക്ഷണം, റൂമിലെ താമസം തുടങ്ങിയവയെല്ലാം തന്നെ പൂർണ്ണമായും സൗജന്യമായാണ് രോഗിക്ക് ലഭ്യമാക്കിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അറിയിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് ഭീമമായ തുക ചിലവ് വരുമ്പോഴാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1 രൂപ പോലും ചിലവ് വരാതെ ചികിത്സ ലഭ്യമാക്കിയത്. 3 മാസത്തെ ആശുപത്രിവാസത്തിനു ശേഷം വ്യാഴാഴ്ച ഉച്ചയോടെ മെഡിക്കൽ കോളേജുകാരുടെ അഭ്യർത്ഥന പ്രകാരം പരിയാരം സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യമായി ഏർപ്പെടുത്തിയ ആംബുലൻസിൽ ഗിരിജ സ്വദേശത്തേക്ക് മടങ്ങി. ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ സമ്പൂർണ്ണമായും സൗജന്യമായാണ് ഈ ശസ്ത്രക്രിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. ശസ്ത്രക്രിയ മാത്രമല്ല, ആശുപത്രിവാസത്തിനിടയിൽ രോഗിക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി പോലും ഒരു നയാ പൈസ പോലും ചിലവാക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം സമ്പൂർണ്ണ സൗജന്യമായിരുന്നു. ഇന്ന് ഇവർ ഇവിടെ നിന്നും സ്വദേശമായ ആറ്റിങ്ങലിലേക്കുള്ള യാത്രയിൽ പാരിപ്പള്ളിയിലേക്ക് സൗജന്യമായി ഒരു ആംബുലൻസിൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനമടക്കം ഞങ്ങൾ ചെയ്തു. അതിന് സഹായിച്ചത് മെഡിക്കൽ കോളേജിനടുത്തുള്ള സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അവരുടെ ആംബുലൻസ് സർവീസ് അടക്കം ഫ്രീ ആണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഗതി മുട്ടി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് പുറത്തുള്ള ഒരു ആശുപത്രിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 3.5 ലക്ഷത്തിലേറെ രൂപ ചെലവ് വരുമായിരുന്ന ഒരു സങ്കീർണമായ ശസ്ത്രക്രിയ ഞങ്ങളുടെ ഡോക്ടർമാർ വളരെ വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ അഭിമാനത്തിലാണ് ഞങ്ങൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സേറോ ഫിലിപ്പ്, സൂപ്രണ്ട് ഡോക്ടർ സുദീപ്, ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ എന്നിവരോടുള്ള നന്ദി അറിയിച്ചാണ് ഗിരിജ മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാർച്ച് 21 ലോക കാവ്യ ദിനം. കവിതകൾ നമുക്കിടയിൽ നിറഞ്ഞു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. പുതിയ കാലത്ത് കവിതകൾ പൂത്തുലയുന്നത് ഫേസ്ബുക്കിലാണ്. കവികൾ പലരും കാണാമറയെത്തും. കവിതകളൊക്കെ ഫേസ്ബുക്കിൽ വന്ന് നിറയുന്ന കാലമാണ് നമ്മുടേത്. വലിയ പ്രഗത്ഭരൊന്നുമല്ലെങ്കിലും പലരുടെയും വരികൾ ഉള്ളിൽ തട്ടുന്നവയാണ്. അതുതന്നെയാണ് അവ ലക്ഷ്യം വെക്കുന്നതും. 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയെത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അതിലൊരു പൂമതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകുവാൻ എന്നെഴുതിയ സോമൻ കടലൂരിനെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ മറ്റ് പലരുടെയും സ്ഥിതി അങ്ങനെയല്ല. ഒരാൾ എഴുതുന്നു, ചിലർ അങ്ങനെയാണ്, കാണാത്ത ദൈവത്തെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയും ഒരാൾ കുറിക്കുന്നത് ഇങ്ങനെയാണ്, മറന്നുകളയുക തനിച്ചാക്കിയ ഇടങ്ങളും മരണത്തോളം വേദന തന്ന മനുഷ്യരെയും. മലഞ്ചെരിവിൽ ആദ്യത്തെ വിളക്ക് തെളിയിച്ച് വേദനയിൽ കുതിർന്ന് എന്നോ മരിച്ചുപോയ അവൾ വായിക്കാനിരുന്നു. എല്ലാവരുടെയും വരികൾ ഉള്ളിൽ തട്ടുന്നവ തന്നെയാണ്. പല തലങ്ങളിലേക്കും അർത്ഥം വ്യാപരിപ്പിക്കുന്നവയുമാണ്. പക്ഷേ ആരും സാഹിത്യമണ്ഡലത്തിൻ്റെ നഭസിലേക്ക് ഉയർന്നു വരുന്നില്ല. കാലം ഒരുപക്ഷെ അതിനവർക്ക് അവസരം നൽകുമെന്ന് ഈ കാവ്യദിനത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു വരുന്ന സർക്കാർ ഓഫീസ് ജീവനക്കാർ കൂട്ടായി മെഗാ ശുചീകരണം നടത്തി. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവയുമായി കൈകോർത്താണ് ശുചീകരണം നടത്തിയത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവയുമായി കൈകോർത്ത് പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു വരുന്ന സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ കൂട്ടായി മെഗാ ശുചീകരണം നടത്തി. മിനി സിവിൽ സ്റ്റേഷൻ ഹരിത ഓഫീസ് പ്രഖ്യാപനവും ജീവനക്കാർ ചേർന്ന് ശുചിത്വ പ്രതിജ്ഞയെടുക്കലും നടന്നു. പയ്യന്നൂർ തഹസിൽദാർ മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് ഹരിത ഓഫീസ് പ്രഖ്യാപനം നടത്തി. ഇന്ന് ശുചിത്വ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം ചെറുപുഴയിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എത്താൻ പറ്റാത്തത്. എന്തായാലും നമ്മൾ നിശ്ചയിച്ച രീതിയിൽ തന്നെ പരിപാടികൾ നടത്താൻ വേണ്ടി അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഇപ്പോൾ നമ്മൾ നിശ്ചയത്തിൽ തന്നെ ഈ പരിപാടി നടത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചു നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ്റെ മൊത്തം നമ്മുടെ ഓഫീസുകളെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിന് ഫലമായാണ് ഒരു മെച്ചപ്പെട്ട, പൂർണ്ണമെന്ന് പറയുന്നില്ല എങ്കിലും ഒരു മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഈ ഓഫീസ് ശുചീകരിക്കാനും നല്ല രീതിയിൽ കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂർ ഭൂരേഖ തഹസീൽദാർ ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ ലാൻഡ് ട്രിബ്യൂണൽ തഹസീൽദാർ അജയ്കുമാർ, പയ്യന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശൻ കെ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ രഞ്ജിത്ത്, പയ്യന്നൂർ താലൂക്ക് ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസീൽദാർ രമേശൻ TP എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാർച്ച് 21 ലോക വനദിനം. കൊച്ചു കൊച്ചു കാവുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. നാടിന്റെ ജീവനാഡിയും ഈ കാവുകൾ തന്നെ. മനുഷ്യനെയും ഇതര ജീവജാലങ്ങളെയും കാത്തുപോകുന്ന കാവുകളെ സംരക്ഷിക്കേണ്ടത് ഇന്നിന്റെ മാത്രമല്ല നാളെയുടെയും ആവശ്യമാണ്. മാർച്ച് 21 ലോക വനദിനം. കൊച്ചു കൊച്ചു കാവുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. നാടിന്റെ ജീവനാഡിയും ഈ കാവുകൾ തന്നെയാണ്. ഏത് കൊടിയ വേനലിലും വറ്റാത്ത ഉറവുകൾ കാവുകളിൽ കാണാം. നിരവധി വള്ളിപ്പടർപ്പുകളും മരങ്ങളും കൊണ്ട് സമ്പന്നമാണ് കാവുകൾ. ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ കാവുകളിൽ നിന്നും നീർച്ചാലുകൾ ഉത്ഭവിക്കുന്നുണ്ട്. ഓരോ നാട്ടിലും ആ നാട്ടിൻ്റെ പരിസ്ഥിതി സന്തുലനം നിലനിർത്തുവാനും ആഗോള താപന ഈ കാലഘട്ടത്തിൽ ആ താപനം കുറക്കുവാനും മണ്ണും ജലവും സംരക്ഷിക്കുവാനും ആ നാട്ടിലെ കാവുകളും വനങ്ങളും സംരക്ഷിക്കണം, മരങ്ങൾ സംരക്ഷിക്കണം. മരച്ചായകളില്ലാത്തൊരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം ഭൂമി നിരന്തരം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയിൽ 5 ഡിഗ്രി വരെ ചൂട് കൂടുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നിലവിലുള്ള വനം, നിലവിലുള്ള കാടുകൾ, നിലവിലുള്ള മരങ്ങളെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ കൊടിയ ആപത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തൽ. അത് ഓരോ നാട്ടിലും ഇപ്പോൾ വനവൽക്കരണത്തോടനുബന്ധിച്ച് നടക്കുന്ന വിദേശ മരങ്ങളും മറ്റ് അന്യ ദേശത്തുള്ള മരങ്ങളും വെച്ച് പിടിപ്പിക്കുന്നതിന് പകരം അതാത് ദേശത്തെ തന്നെ പരിസ്ഥിതിയിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന മരങ്ങളും കാടുകളും പരമാവധി സംരക്ഷിക്കുകയും അതിനെ വനവൽക്കരിക്കുകയും ചെയ്യുക എന്നതിലാണ് ഏറ്റവും പ്രാധാന്യപ്പെട്ട്. മനുഷ്യനെയും ഇതര ജീവജാലങ്ങളെയും കാത്തുപോരുന്ന കാവുകളെ സംരക്ഷിക്കേണ്ടത് ഇന്നിന്റെ മാത്രമല്ല നാളെയുടെയും ആവശ്യമാണ്. എന്നാൽ കാവുകൾക്ക് ലഭിക്കുന്ന സംരക്ഷണം അവയിൽ നിന്നും പുറപ്പെടുന്ന ജലത്തിന് ലഭിക്കുന്നില്ല എന്നതും ചിന്തിക്കപ്പെടേണ്ടതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. സ്വപ്നദർശകനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി പുഞ്ചക്കാട് സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ അവതരിപ്പിച്ച മെഗാ മാർഗംകളി ആസ്വാദകർക്ക് മനം കുളിരുന്നതായി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുരുന്നുകൾ മുതൽ 48 വയസ്സുള്ള സ്ത്രീകൾ വരെ മെഗാ മാർഗംകളിയിൽ ചുവടുവെച്ചു. പഴമക്കാരിൽ പുരുഷന്മാർ മാത്രം കളിച്ചു വന്നിരുന്ന മാർഗംകളി എന്ന പരമ്പരാഗത കല പുതിയ കാലത്ത് സ്ത്രീകളുടെ കുത്തകയായി മാറിയിട്ടുണ്ട്. സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ നിരന്തരം കാണാറുള്ള മാർഗംകളിയിൽ വളരെ ചുരുക്കം പേരാണ് ടീമിലുണ്ടാവുക. എന്നാൽ ബുധനാഴ്ച രാത്രി പുഞ്ചക്കാട് സെന്റ് ജോസഫ് ഇടവക തിരുനാളിന്റെ ഭാഗമായി നടന്ന മെഗാ മാർഗംകളിയിൽ സാങ്കേതിക സൗകര്യങ്ങളിൽ ഉൾപ്പെടെ ഏതാണ്ട് 50ഓളം പേർ പങ്കെടുത്തു. മാർഗംകളിയിൽ പൂർണ്ണമായി അവതരിപ്പിക്കാറുള്ള 14 പാദത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗം മാത്രമാണ് പുഞ്ചക്കാട് അവതരിപ്പിച്ചത്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള മാർഗംകളിയിൽ 1ാം ക്ലാസ്സുകാരായ കുരുന്നു പെൺകുട്ടികൾ മുതൽ 48 വയസ്സ് വരെയുള്ളവർ
ചട്ടയും മുണ്ടും ധരിച്ച് തോടയും അണിഞ്ഞ് ഒരേ മനസ്സോടെ ചുവടുവെച്ചു. യഥാർത്ഥത്തിൽ പരിശീലനത്തിന് ഒരുപാട് ദിവസങ്ങൾ നമുക്ക് കിട്ടിയില്ല. നമ്മളിത് വലിയ ആഗ്രഹത്തോടെയാണ് തുടങ്ങിയത്. കാരണം പുഞ്ചക്കാട് ഇതുവരെയും ഒരു മാർഗം കളി ഇതുപോലെ മെഗാ നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു വലിയ സംരംഭമായി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യകാലങ്ങളിൽ അത് ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ മാർഗംകളിയുടെ സ്റ്റെപ്പുകൾക്ക് കുറച്ച് വിഷമതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ കഴിഞ്ഞ പുഞ്ചക്കാട് ഇടവകാംഗം കൂടിയായ ജൂലിയ ഡൊമിനിക്കാണ് പരിശീലനത്തിൽ മുഖ്യ നേതൃത്വം വഹിച്ചത്. സഹായിയായി അധ്യാപികയായ മരിയ ഗൊരാത്തിയും കൂടെയുണ്ടായി. വസ്ത്രാലങ്കാരത്തിലും ചമയത്തിലും മാർഗംകളി ടീമിന് ഇടവകക്കാരായ നിരവധി പേർ സഹായത്തിനെത്തി. പുഞ്ചക്കാട് പള്ളിയങ്കണത്തിൽ നടന്ന മെഗാ മാർഗംകളി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വേനൽ കടുക്കുമ്പോൾ ക്രോസ് ബാറുകൾ നോക്കുകുത്തികളാവുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ക്രോസ് ബാറുകളിൽ മിക്കവയും ഉപയോഗശൂന്യമാവുകയാണ്. വേനൽ കടുക്കുമ്പോൾ ക്രോസ് ബാറുകൾ നോക്കുകുത്തികളാവുകയാണ്. വെള്ളം തടഞ്ഞു നിർത്തേണ്ട ക്രോസ് ബാറുകൾ അതിന്റെ ലക്ഷ്യം നിറവേറ്റുന്നില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ക്രോസ് ബാറുകളിൽ മിക്കതും ഉപയോഗശൂന്യമാവുന്ന കാഴ്ചയാണ് പലയിടത്തും. ജനുവരി പകുതിയോടെ പലകയും മണ്ണുമിട്ട് വെള്ളം തടഞ്ഞു നിർത്തേണ്ടതായിരുന്നു. വേനൽ കടുക്കുന്നതിനു മുൻപ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് വെള്ളം തടുത്തു നിർത്താനുള്ള ശ്രമങ്ങളൊന്നും പലയിടത്തും നടത്തിയിരുന്നില്ല. യഥാസമയം തോടുകളിൽ വെള്ളം കെട്ടി നിർത്തിയാൽ കൃഷിയിടങ്ങളിൽ ജലമെത്തിക്കുന്നതിന് പര്യാപ്തമാകും. കൂടാതെ സമീപ പ്രദേശങ്ങളിലുള്ള കിണറുകളിലും മറ്റും ജലനിരപ്പ് താഴാതെ നിൽക്കുന്നതിനും ഉപകരിക്കും. പൊതുജന പങ്കാളിത്തത്തോടെ വെള്ളം തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തി സിവിൽ സർവീസിനെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് FSCTO എരമംകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. മാതമംഗലത്ത് വെച്ച് നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് K. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തി സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് FSCTO എരമംകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. മാതമംഗലത്ത് വെച്ച് നടന്ന പരിപാടി FSCTO ജില്ലാ പ്രസിഡന്റ് K. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പെരുമ്പേൽ പയ്യന്നൂരിൽ അതിലൊരു ശാഖയുണ്ട്. 2 വർഷം മുമ്പേ അവിടെ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ആ സമരവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് 10,000 രൂപയാണ് അവിടെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടത്. കാത്തലിക് സ്ഥിരം ബാങ്കിന്റെ പെരുമ്പാ ശാഖയിൽ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ 10,000 രൂപ മിനിമം ബാലൻസ് ഉണ്ടാകണം. കാത്തലിക് സ്ഥിരം ബാങ്ക് കേരള ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. തൃശ്ശൂരാണ് ആയിരുന്നു. 3000-ലധികം ജീവനക്കാരുള്ള ബാങ്കായിരുന്നു. അതിപ്പോ ന്യൂയോർക്കിലുള്ള ഒരു കമ്പനി അങ്ങനെ വിലക്കുവാണ്. എന്തിനാ പണിമുടക്കിയത്? കഴിഞ്ഞ 11 വർഷമായി കാത്തലിക് സ്ഥിരം ബാങ്കിലെ ജീവനക്കാർക്ക് ഒരു സാമ്പത്തിക ആനുകൂല്യം നൽകുന്നില്ല. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടപ്പോൾ ജീവനക്കാർ പണിമുടക്ക് നോട്ടീസ് നൽകി. FSCTO മേഖലാ പ്രസിഡന്റ് MK സുഭാഷ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ദീപ്തി VV, KSTA മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. മനോജ് കുമാർ, FSCTO മേഖലാ സെക്രട്ടറി രാജൻ K എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഡൽഹിയിൽ നടക്കുന്ന കൺവർജൻസ് ഇന്ത്യ ഏക എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ്, കീ OTT ബ്രാൻഡുകളെ കേരളത്തിന് പുറത്ത് വ്യാപകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്താകമാനം ബിസിനസ് വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ തുടങ്ങിയത്. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ച സ്റ്റാളുകളുള്ളത് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിലാണ്. സ്റ്റാളുകളുടെ ബൂത്ത് നമ്പർ E473 ഹാൾ നമ്പർ 5 ഉദ്ഘാടന ചടങ്ങിൽ KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ രാജൻ KV, അനിൽ മംഗലത്ത്, സുരേഷ് കുമാർ എന്നിവരും ഡയറക്ടർമാരായ റോണി, ബിജു, നവാസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ, ടെക്നിക്കൽ ഹെഡ് മനു തുടങ്ങിയവരും പങ്കെടുത്തു. മാർച്ച് 19 ആരംഭിച്ച എക്സ്പോ 21 സമാപിക്കും.
ഫെസ്റ്റോ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. മാത്തിൽ ടൗണിൽ നടന്ന പരിപാടി NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് M. അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തി സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി ഫെസ്റ്റോ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. മാത്തിൽ ടൗണിൽ നടന്ന പരിപാടി NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് M. അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. P. സരിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KT ജയപ്രകാശ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. PV സുരേന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂരിൽ മില്ലറ്റ് കഫേ മാർച്ച് 22 ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിക്കും. മില്ലറ്റ് കഫേകൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തുടങ്ങുവാനുള്ള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കേരള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ മില്ലറ്റ് കഫേ ആരംഭിക്കുന്നത്. വർഷങ്ങളായി ജൈവ കൃഷി രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന മില്ലറ്റ് ഭക്ഷണവും കൃഷിയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കർഷകരുടെ കൂട്ടായ്മയായ ജൈവഭൂമി നാച്ചുറൽ ഫാമേഴ്സ് സൊസൈറ്റിയാണ് പയ്യന്നൂരിൽ കഫേ ഏറ്റെടുത്തു നടത്തുന്നത്. പയ്യന്നൂർ കൊക്കാനിശ്ശേരിയിൽ CI ഓഫീസിന് പിറകുവശത്തുള്ള കെട്ടിടത്തിൽ മാർച്ച് 22 ശനിയാഴ്ച മുതൽ മില്ലറ്റ് കഫേ പ്രവർത്തനം ആരംഭിക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിക്കും. അത്തായി ബാലൻ, ശാന്ത ശ്രീധരൻ, സുരേഷ് കല്ലത്ത്, PP രാജൻ, KP വിനോദ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KPSTA പയ്യന്നൂർ നോർത്ത് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടന്നു. ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് PV പ്രിയ ഉദ്ഘാടനം ചെയ്തു. KPSTA പയ്യന്നൂർ നോർത്ത് ബ്രാഞ്ച് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. അന്നൂർ UP സ്കൂളിൽ നടന്ന സമ്മേളനം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ PV പ്രിയ ഉദ്ഘാടനം ചെയ്തു. M. സുമ അധ്യക്ഷത വഹിച്ചു. KM ബിന്ദു, SP സജിൻ, P. സുധീഷ്, VM രാജശ്രീ, KK സംഗീത, VV രജിത, KOV പുഷ്പ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉൽപാദന പശ്ചാത്തല സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകി ചെറുകുന്ന് പഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ ബജറ്റ് അവതരണം നടത്തി. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരണം വൈസ് പ്രസിഡന്റ് PP സജീവൻ നടത്തി. 16,39,92,818 രൂപ ആകെ വരവും 16,11,32,450 രൂപ ചിലവും 28,60,368 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മുൻപാക്കി 64,80,270 രൂപ ഉൾപ്പെടെ ആകെ 16,33,92,307 രൂപ വരവും 16,11,32,450 രൂപയുടെ ചെലവും 28,60,368 രൂപ നീക്കിയിരിപ്പുള്ള ബജറ്റാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആയതിനാൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി തൊഴിലുറപ്പ് ആക്ഷന്റെ 2025-26 പ്രകാരമുള്ള 2,17,00,000 രൂപ കൂടി ഈ ബജറ്റിന്റെ ഭാഗമാക്കുന്നു. പഞ്ചായത്ത് സമഗ്ര വികസനം വരുന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആയതിനാൽ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഉൽപാദന പശ്ചാത്തല സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പട്ടികജാതി വിഭാഗത്തിന്റെ സമഗ്ര ഉന്നമനത്തിനായി 30 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. നെൽകൃഷിക്ക് ഊന്നൽ നൽകുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഉപ്പുവെള്ള പ്രശ്നം പരിഹരിക്കുക, മത്സ്യബന്ധനം, ലഹരിക്കെതിരെയുള്ള അവബോധം തുടങ്ങിയ പദ്ധതികൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. TE നിർമ്മല അധ്യക്ഷത വഹിച്ചു. ദിലീപ് പുത്തലത്ത്, PN സീഷ്മ, CH പ്രദീപ് കുമാർ, K അനിത, K പത്മിനി, രേഷ്മ പരാഗൻ, KV നാരായണൻ, K മോഹനൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല വയോജന മേള സംഘടിപ്പിച്ചു. ചീമേനി മുണ്ട്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ വയോജനമേള സംഘടിപ്പിച്ചു. 16 വാർഡുകളിലും നടന്ന വാർഡ് തല വയോജനമേളയുടെ സമാപനമായാണ് പഞ്ചായത്ത് തലത്തിൽ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കലാപരിപാടികൾ ഉൾപ്പെടുത്തി പഞ്ചായത്ത് തല മേള സംഘടിപ്പിച്ചത്. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KCCL ചെയർമാനും മുൻ MLAയുമായ TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ, പ്രാരാബ്ധത്തിന്റെ, ബുദ്ധിമുട്ടുകളുടെ ഒരു കടലിടുക്കാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്.
എന്നാൽ വാർദ്ധക്യത്തെ എങ്ങനെ സന്തോഷകരമാക്കി തീർക്കാൻ കഴിയും, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, ആ ദിശയിലാണ് കയ്യൂർ ചെമ്മേലി ഗ്രാമപഞ്ചായത്ത് വളരെ മനോഹരമായ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ K രാജീവൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻഡ റിജിത്ത്, വൈസ് പ്രസിഡന്റ് M ശാന്ത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P ശശിധരൻ, C യശോദ, K സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PB ഷീബ, K ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. വയോജന പഞ്ചായത്ത് തല സമിതി സെക്രട്ടറി TV ഭാസ്കരൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് 12 വാർഡുകളിൽ നിന്നായി കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ അരങ്ങേറി. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഭരണസമിതി അംഗങ്ങൾ മൊമെന്റോ നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രമുഖ വാഗ്മിയും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായിരുന്ന പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അന്തരിച്ചു. അന്നൂർ രവിവർമ്മ കലാനിലയം പ്രസിഡന്റും അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം മുൻ പ്രവർത്തക സമിതി അംഗവും കൂടിയായിരുന്നു അപ്പുക്കുട്ടൻ മാസ്റ്റർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിവെച്ച താളിയോലകളെ സംരക്ഷിക്കാൻ നടപടിയുമായി ഫോക്ലാൻഡ് പയ്യന്നൂർ. ഫോക്ലാൻഡ് 35ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ താളിയോല സംരക്ഷണ പരിപാടി ആരംഭിച്ചു. കേരളത്തിൽ ജാതിക്കതീതമായ സാമൂഹ്യബോധമുണ്ടാക്കിയത് നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെട്ടതോടെയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ അഭിപ്രായപ്പെട്ടു. ഉദിനൂർ EMS പഠന കേന്ദ്രം നടത്തിയ EMS അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സ്വപ്നദർശകനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി പുഞ്ചക്കാട് സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ അവതരിപ്പിച്ച മെഗാ മാർഗംകളി ആസ്വാദകർക്ക് മനം കുളിരുന്നതായി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുരുന്നുകൾ മുതൽ 48 വയസ്സുള്ള സ്ത്രീകൾ വരെ മെഗാ മാർഗംകളിയിൽ ചുവടുവെച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.